എൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആരും ഇല്ലായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് പോയപ്പോഴേക്കും ഒരാൾ ഉറക്കം വരണമെന്നും പറഞ്ഞ് എന്നെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലച്ചുവിനെ ഉറക്കാൻ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോഴേക്കും ഒരാൾ കാടും മേടും ഒക്കെ ആയിട്ട് വരണുണ്ടായിരുന്നു. വേപ്പിൽ പറിക്കാൻ പോയിക്കായിരുന്നു അമ്മ. പിന്നെ അമ്മ എനിക്കൊരു ജ്യൂസൊക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ വിശേഷമൊക്കെ പറഞ്ഞ് ചെയ്യായിരുന്നു. ഇന്ന് ഫ്രൈഡ് റൈസും സോയാ ചങ്ക്സും ആയിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് കഴിഞ്ഞ ദിവസം വെട്ടിയ ഒരു തർബൂസ് ഫ്രിഡ്ജിലുണ്ടല്ലോ എന്ന്. ഇപ്പോൾ ഇതിൻ്റെ സീസൺ ആയതുകൊണ്ട് അങ്ങനെ വാങ്ങി വെക്കാറുണ്ട്. പിന്നെ ഞാനത് വെട്ടി അമ്മയ്ക്കും കൂടി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേക്കും ലച്ചുവിൻ്റെ സൗണ്ട് കേട്ട്. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് ഈ ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്തിട്ട് ലച്ചുവിൻ്റെ അടുത്തേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി തർബൂസ് കൂടി വെട്ടി ഉപ്പും മുളകും കൂടി ഇട്ട് കഴിച്ചു. ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്, എനിക്കിഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ റെഡിയായി. ലച്ചു ഉറങ്ങിയ ഗ്യാപ്പിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും കറക്റ്റ് ടൈം നോക്കി ലച്ചു എണീറ്റു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചാച്ചൻ വന്നു. അങ്ങനെ അപ്പൂപ്പന് ഹൈഫൈ ഒക്കെ കൊടുത്ത് ലച്ചുവിനെ ചാച്ചൻ കൊണ്ടുപോയി. പിന്നെ ഒരു ചായ കൂടി കഴിഞ്ഞ് അപ്പൂപ്പ പോയി ലച്ചുവിനെ വിളിച്ചുകൊണ്ട് വന്നു. അച്ഛന് കടയിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. വണ്ടി എടുത്ത ഇപ്പോൾ ഇതാണ് അവസ്ഥ. പിന്നെ ഞാൻ ലച്ചുവിനെ ഓടിച്ചിട്ട് ഫുഡ് കൊടുക്കുമായിരുന്നു. പിന്നെ ചാച്ചനും ചെറിയമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ഓടിക്കളിച്ച് നടക്കുമായിരുന്നു ലച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പൂപ്പയും കടയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പൂപ്പൻ്റെ മടി ഇരുന്ന് ജ്യൂസ് കുടിക്കുകയാണ് ലച്ചു. വൈകുന്നേരത്തേക്ക് കുറച്ച് കപ്പ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ലച്ചു ഉറങ്ങിയ ഗ്യാപ്പിൽ അതൊന്ന് മുളകിട്ട് മൂപ്പിക്കാൻ ഓർത്തു. പിന്നെ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പയും പപ്പടവും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ അമ്മയും എൻ്റെ കൂടെ കൂടി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ലച്ചു എണീറ്റു. ആകെ ശോകത്തിലാണ് ലച്ചു എണീറ്റ് വന്നത്. പിന്നെ ലച്ചു എൻ്റെ കൂടെ ഇരുന്ന് ക്രിക്കറ്റ് കളി കാണുമായിരുന്നു. ഇന്ന് ഫൈനലായിരുന്നു. യെസ്, അങ്ങനെ ഇന്ത്യ ജയിച്ചു. അങ്ങനെ ഇന്ത്യ ജയിച്ച സന്തോഷത്തിൽ ഡിന്നർ കഴിച്ച് ഞങ്ങൾ കിടന്നു.